എല്ലാവർക്കും കലവറയിലേക്ക് സ്വാഗതം. ഇനി നമുക്കൊരു വെജിറ്റബിൾ ബിരിയാണി ചെയ്യാം. അരി വേകാനായിട്ട് വെക്കാം. അതിനുവേണ്ടി പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓണാക്കാം. ഒന്ന് ചൂടാവട്ടെ. ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുക്കാം. ഇനി ഓയിൽ ഒഴിക്കാം. അണ്ടിപ്പരിപ്പ്, റൈസിൻസ് ഇടാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ അതിൻ്റെ കൂടെ മുന്തിരിയും കൂടി ഇട്ടാൽ മതി. രണ്ടായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. തീ ഓഫ് ചെയ്യാം. ഇനി അടുപ്പ് വെച്ച് ഉള്ളി വറുത്തെടുക്കാം. ഉള്ളി മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഒരു നുള്ളു പഞ്ചസാര ചേർക്കാം. ഉള്ളി മൂത്ത് ഇനി നമുക്ക് കോരിയെടുക്കാം. അടുപ്പ് ഓഫ് ചെയ്തിട്ട് വെള്ളം നന്നായിട്ട് ചൂടായി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 5-6 ഗ്രാമ്പു, 5-6 ഏലക്ക, ഈ 2 കഷ്ണം പട്ട, ഒരു ബേ ലീഫ് ചെറുത്, ഇത്രയും കൂടെ ഇതിലിട്ടാം. ഇനി നല്ല അടച്ചു വെച്ചേക്കാം. നല്ലോണം തിളക്കട്ടെ. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ആവശ്യത്തിന് ഉപ്പ്, ചെറിയൊരു ചെറുനാരങ്ങയുടെ നീര്, രണ്ട് കപ്പ് അരി ബസ്മതി റൈസാണ്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ്. അത് അരി ഒരു 3/4 വേവിൻ്റെയും ഫുൾ വേവിൻ്റെയും ഇടയ്ക്ക് വരണം. നമുക്ക് ദം ചെയ്യാനാണ്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി അടപ്പ് മാറ്റി വയ്ക്കാം. ഇനി ബേ ലീഫ് എടുത്ത് മാറ്റാം. ഏലക്കയും ഗ്രാമ്പും വേണ്ടാന്നുള്ളവർക്ക് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് തന്നെ അതും മാറ്റാവുന്നതാണ്. അരിയുടെ പരുവം കണ്ടോ? ഇതാണ്. ഇനി ഇത് ദം ചെയ്യാനുള്ളത് കൊണ്ടാണ് നമുക്കിനി തീ ഓഫ് ചെയ്ത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി അരിച്ചെടുക്കാം. ഇനി അടുപ്പ് കത്തിച്ച് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. ഓയിൽ ഒഴിക്കാം.
ഇതിലേക്ക് 3 ഗ്രാമ്പൂ, 3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 3 പച്ചമുളക് അരിഞ്ഞത്, സവോള 2 സവോള അരിഞ്ഞാണ്, മീഡിയം സൈസ്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത്. ഇതിനകത്ത് തൈരും കൂടെ ചേർക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഒരു തക്കാളി ആക്കിയത്. പിന്നെ അതുമല്ല, ചിക്കൻ ബിരിയാണിക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ പുളിയും ഇതുമൊക്കെ വേണ്ടി വരും. ഇത് വെജിറ്റബിൾ അല്ലേ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് പുതിനയില, തീ കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്. ഇത് വലിയ പുളിയുള്ള തൈരല്ല. ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ക്വാണ്ടിറ്റിയൊക്കെ ഒരു 3/4 കപ്പ് ഒഴിച്ച് കാണും. ഇത് കോളിഫ്ലവർ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീൻസ് എല്ലാം ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് തിളച്ച വെള്ളം, പകുതി വേവാകുമ്പോൾ ഉപ്പും കൂടെ ഒന്നുകൂടെ നോക്കണം. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് വയ്ക്കണം. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്, പനീർ. അത് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി, പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഈ വെജിറ്റബിൾസ് ഒന്നും കൂടാതെ നിങ്ങൾക്ക് വേണമെന്ന രീതിയിൽ ഗ്രീൻ പീസും ചേർക്കാം. അതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ട പയറുണ്ടല്ലോ, അത് ചേർക്കുന്നവരുണ്ട്. ഇത് ഞാൻ അവസാനം ചേർക്കാൻ വെച്ചിരുന്നത് പനീറല്ല, അതിന് വലിയ വേവൊന്നുമില്ലല്ലോ. ഇനി ഒന്ന് അടച്ച് വയ്ക്കാം, 2 മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ.
2 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പെല്ലാം കണക്കിനുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ദം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതിൽ നിന്നും കുറച്ച് ഗ്രേവി കോരിയെടുക്കാം. ചെറിയ ചാറുണ്ട്, അങ്ങനെ വേണം വയ്ക്കേണ്ടത്, ദം ചെയ്യാനുള്ളതായുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന റൈസ് ഇടാം. ഇതിൻ്റെ മുകളിൽ ഈ ഗ്രേവി ഇടാം. ഇതിൽ കുറേശ്ശെ നെയ്യ് ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. നെയ്യ് കഴിക്കാനൊക്കാത്തവർ കാണും. അല്പം മല്ലിയില, അല്പം പുതിനയില, കുറച്ച് കാഷ്യൂനട്ട്, റൈസിൻസ്, ഉള്ളി വറുത്ത് വെച്ചിരുന്നത്, ഇനി ഇതിൻ്റെ മുകളിൽ ചോറ്. പാലിൽ കുങ്കുമപ്പൂ കലക്കി വെച്ചിരുന്നതാണ്, അത് കുറച്ചൊഴിക്കാം. കുങ്കുമപ്പൂ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നൊരു പാലിൽ കുങ്കുമപ്പൂവിന് പകരം മഞ്ഞൾപ്പൊടി ചേർത്ത് കലക്കി വെച്ചാലും മതി. പുതിനയില, മല്ലിയില, ഉള്ളി വറുത്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതിൻ്റെ മുകളിലേക്ക് ഒരു 4-5 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ചേർക്കണം. ഈ സ്പൂണിന് ഒരു പകുതി, അതായത് ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. അത് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ദം ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് ഇങ്ങനെ 2-3 ഹോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിരുന്നാൽ പെട്ടെന്ന് അതിൻ്റെ ആവി മുകളിലേക്ക് വന്ന് ശരിയാവും. ഇതൊരു പഴയ തവയാണ്, ദം ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടാക്കി ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് ഇതെടുത്ത് വയ്ക്കാം. ഒരു 15 മിനിറ്റ് ഇരുന്ന് ചെറിയ തീയിൽ വേണം നിങ്ങൾ ഇട്ടേക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവാടി. വളരെ ചെറിയ തീയിൽ 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കാം. ഞാൻ കണ്ടില്ലേ, നല്ലപോലെ സ്റ്റീം വന്നതിൻ്റെയാണ്. ഈ അടപ്പിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ സ്റ്റീമിൻ്റെ ഇതിരിക്കുന്ന ചെറിയ തുള്ളി വെള്ളം. അതുപോലെ തന്നെ പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ലൊരു സ്മെല്ല് കിട്ടും. അത് 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ അതിൻ്റെ മുകളിൽ ചേർക്കരുത്. വെജിറ്റബിൾ ബിരിയാണി വളരെ നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യണം.
കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്.